നമ്മുടെ സംസ്ഥാനത്ത് നാളെ സ്കൂളുകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ പോവുകയാണ്. അധ്യയന വർഷമൊക്കെ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. ജൂൺ 2-ാം തീയതി, കൃത്യം 2-ാം തീയതി തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഈ കാലവർഷത്തിൻ്റെയൊക്കെ നേരത്തെ എത്തിയ ന്യൂനമർദ്ദത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കുമോ എന്ന തരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്കും സംശയങ്ങൾക്കും ഒന്നും ഒരടിസ്ഥാനമില്ല. എല്ലാ തോതിലും പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു പ്രവേശനോത്സവത്തിനും അതിൻ്റെ തയ്യാറെടുപ്പും ഒരുക്കങ്ങളും ഒക്കെ എന്ന് മന്ത്രി വി ശിവൻകുട്ടി കൈരളി ന്യൂസിനോട് പറയുകയാണ്. കാണാം നമുക്ക്. സംസ്ഥാനം അടുത്ത അധ്യയന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നാളെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിൽ? നാളെ ജൂൺ മാസം 2-ാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസം കേരളത്തിലെ 44 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിന് വേണ്ടി ഉള്ള സജീവ തയ്യാറെടുപ്പിലാണ് കേരളം. പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ, പ്രാദേശികമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ആദ്യത്തെ 2 ആഴ്ച കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ പാഠങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഹരി അടക്കമുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള 10 വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂർ ഓരോ ദിവസം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പുതിയ രീതി കൊണ്ടുവരികയാണ്. പിന്നെ പാഠപുസ്തകം എല്ലാം പരമാവധി എത്തിച്ചു കഴിഞ്ഞു. 3 കോടി പാഠപുസ്തകം പ്രിൻ്റ് എത്തിച്ചു കഴിഞ്ഞ് ഏതാനും ചില സ്ഥലങ്ങളിൽ ചിലപ്പം കുറച്ച് എത്താൻ വൈകിക്കാണ്. കാരണം പ്രതികൂലമായ കാലാവസ്ഥ കാരണം. അതുപോലെ തന്നെ യൂണിഫോം കൊടുത്തു കഴിഞ്ഞു. പിന്നെ 1,92,000 വരുന്ന അധ്യാപകർക്ക് അവരുടെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ജൂൺ മാസം 18-ാം തീയതി 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല വിദ്യാഭ്യാസ രംഗത്ത്. തീർച്ചയായിട്ടും ഇത് ഇനിയും മുന്നോട്ട് ശക്തമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും അതുപോലെ മറ്റെല്ലാ വിഭാഗം ജനങ്ങളുടെയും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സഹായവും പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇത്തവണത്തെ അധ്യയന വർഷത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഈ ആദ്യ ദിവസം തുടങ്ങി ഓരോ ദിവസവും പ്രത്യേകതകൾ ഉള്ളതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠ്യപുസ്തകങ്ങളുടെ പരിഷ്കരണം തന്നെയാണ്. അത് കുറച്ച് നാളുകൾക്ക് ശേഷം സർക്കാർ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നു. അത് വേഗത്തിൽ പൂർത്തിയാക്കി അത് കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്നു ഈ അധ്യയന വർഷം മുതൽ. അത് എത്രത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു? അത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. സാധാരണഗതിയിൽ ഒരു പാഠപുസ്തകം നിർമ്മിച്ചാൽ തന്നെ 1000 വെല്ലുവിളികളുണ്ടാവും പല രൂപത്തിലുള്ള. ഇത് 1 മുതൽ 10 വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ചു. അതിൻ്റെ കുട്ടികളുടെ ചിത്രങ്ങൾ, കുട്ടികളുടെ എഴുത്ത്, അതിൻ്റെ മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം വരെ ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ അതൊരു വലിയ കേരളത്തിൻ്റെ നേട്ടം, എൻ്റെ മന്ത്രിയുടെ LDFൻ്റെ നേട്ടമല്ല. അത്രയും പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് കുട്ടികളുടെ കയ്യിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ നേട്ടമാണ്. അതിനി പ്ലസ് 1-ഉം പ്ലസ് 2-ൻ്റെയും പാഠപുസ്തകം പരിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയാണ്. ഇപ്പോൾ SCRTയുടെയും NCRTയുടെയും പുസ്തകങ്ങളാണ് ഉപയോഗിക്കുന്നത്. NCRTയുടെ പുസ്തകങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവേശനോത്സവത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരു കുഞ്ഞ്, അതായത് ഭദ്രാഹരി എന്ന് പറയുന്ന 10-ാം ക്ലാസ്സിലെ കുഞ്ഞിൻ്റെ കവിതയാണ് അതിൻ്റെ പ്രവേശനോത്സവ ഗാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ കുഞ്ഞാണ് അതിൻ്റെ വിശിഷ്ടാതിഥി എന്നാണ് മനസ്സിലാക്കുന്നത്. 10-ാം ക്ലാസ് പാസ്സായ പ്ലസ് 1-ന് വേണ്ടി പ്രവേശനത്തിന് വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭദ്രാഹരി എന്ന് പറഞ്ഞ കൊച്ചുമോളാണ് കവിത എഴുതിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആ കവിത വായിച്ചവരും അത് കാര്യങ്ങളും പിന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പറയുന്നത് സ്കൂളുകളിൽ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. കാതലായ നിരവധി മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്നത്. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെയും സൗജന്യ യൂണിഫോമുകളുടെയും അടക്കം വിതരണം പൂർത്തിയാക്കി പൂർണ്ണസജ്ജമായാണ് സംസ്ഥാനത്ത് അധ്യയന വർഷം ആരംഭിക്കുന്നത്.
സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ചടങ്ങിൽ വിദ്യാർത്ഥിനി കൂടിയായ ഭദ്രാഹരി എഴുതിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനമായി പ്രദർശിപ്പിക്കുന്നത്. പ്രവേശനോത്സവത്തിൽ തന്നെ ആദ്യമായാണിത്. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ജൂൺ മാസം 2-ാം തീയതി പ്രവേശനോത്സവത്തോട് തുറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്ന കാര്യം. ഇപ്പം നല്ല കാറ്റാണ്, മഴയേക്കാൾ കൂടുതൽ വലിയ കാറ്റാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ സന്തോഷവാനാണ്. 14,000 സ്കൂൾ കെട്ടിടങ്ങളുണ്ടായിട്ട് ഈ കാറ്റിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല എന്നുള്ളത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചെലവഴിച്ച 5,000 കോടി രൂപയുടെ അതിൻ്റെ ഫലം കണ്ടെത്തി എന്നുള്ളതാണ്. സ്കൂൾ തുറന്ന ആദ്യ 2 ആഴ്ച പാഠപുസ്തക പഠനത്തിന് പകരം പരിസര ശുചീകരണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കായികം, കൃഷി, നല്ല പെരുമാറ്റം, റോഡ് നിയമങ്ങൾ, പോക്സോ നിയമം തുടങ്ങി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. സൂംബ ഡാൻസും ഈ അധ്യയന വർഷത്തിന്റെ ഭാഗമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.